പെൻഷൻ കൈപ്പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ്. അതായത് അവസാനം ഇപ്പോൾ സർക്കാർ വാക്ക് പാലിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് കൂട്ടിയിരിക്കുകയാണ്. 1600 രൂപയിൽ നിന്നും നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് 400 രൂപയാണ് പെൻഷൻ എമൗണ്ടായിട്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അടുത്ത മാസം അതായത് നവംബർ മാസം മുതൽ നിങ്ങൾക്ക് ഈ കൂട്ടിയിട്ടുള്ള ഈ ഒരു പെൻഷൻ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിയിട്ടുള്ളത്. 62 ലക്ഷത്തോളം പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് ഈ ഒരു എമൗണ്ട് ഇനി തൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് അവസാനം ഈ ഒരു 2000 രൂപയിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മാസം മുതൽ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള പെൻഷൻ ഇൻക്രിമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. 1600 രൂപയിൽ നിന്നും 200 രൂപ കൂട്ടി 1800 രൂപയാക്കി പെൻഷൻ എമൗണ്ട് മാറ്റുമെന്ന രീതിയിൽ ചർച്ചകളാണ് കഴിഞ്ഞ ആഴ്ച നടന്നു വന്നതെങ്കിലും ഈ ഒരാഴ്ച അത് 2000 രൂപയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് 400 രൂപയോളമാണ് നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് കൂടിയത്. അപ്പോൾ ഇനി തൊട്ട് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് 2000 രൂപയായിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മസ്റ്ററിങ്ങും കാര്യങ്ങളും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് മസ്റ്ററിങ് ചെയ്യുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ വരുമാന രേഖ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ വരുമാന രേഖ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിലേ നിങ്ങൾക്കും പെൻഷൻ മുടങ്ങാണ്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ അവിവാഹിതരായ ഒരുപാട് പേർക്കും അതുപോലെ തന്നെ അങ്ങനെയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസമൊന്നും അവർക്ക് പെൻഷനേ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുവരെ വിവാഹം കഴിച്ചില്ല എന്നൊരു രീതിയിൽ ആ ഒരു ഡോക്യുമെൻ്റ് അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ വിധവ പെൻഷൻ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസമൊക്കെ ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്